അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നമ്മള് നല്ലൊരു കൂടെ ഒരു ചലഞ്ചുമായിട്ട് വന്നേക്കുവാണ്. ഒരു കിഡിലൻ ചലഞ്ച്. ചലഞ്ചിന്റെ പേര് ഹൂ നോസ് അസ് ബെറ്റർ. ഞങ്ങളെ ആർക്കാണ് കൂടുതൽ അറിയാവുന്നത്. അപ്പൊ ഓരോരുത്തരും 5 ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. ആരും കണ്ടിട്ടില്ല ഇതുവരെയും. അവരവരുടെ ചോദ്യങ്ങൾ അവരവർക്ക് മാത്രം അറിയാം. മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ചലഞ്ചിലോട്ട് പോകാം. അപ്പൊ ആദ്യം മായിനാണ് ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾ 3 പേരും ഉത്തരം എഴുതണം. ആദ്യത്തെ പേപ്പറിൽ മായിന്റെ പേര്. 5 ക്വസ്റ്റ്യനാണ്. നമ്മള് പുറകെ ഇരിപ്പുണ്ട്. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്. ഓപ്ഷൻ 1 മാംഗോ ഫ്രൂട്ടി. ഓപ്ഷൻ 2 പെപ്സി. ഓപ്ഷൻ 3 ആപ്പിൾ ഫിസ്. എഴുതിച്ചു. Come on. Aisha, come on. Aisha. പുറകില് സിയാമോള് ഇരിപ്പുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കേണ്ടി വരും. ഇത് ആരാ ഫസ്റ്റ് പറയണ്ട? ഫസ്റ്റ് പറയണ്ടല്ലോ, എല്ലാരും കാണിച്ചാ മതി. കാണിച്ചാ എങ്ങനെ മനസ്സിലാവും? അല്ല, എന്നിട്ട് അവൻ ഉത്തരം പറയണപ്പോ ആർക്കാ ശരിയെന്ന് നോക്കിയാ പോരെ. എല്ലാരും തിരിച്ചു നോക്ക്. ആൻസർ എന്തുവാ? ആൻസർ വേണ്ട. ആൻസർ എന്തുവാ? My answer ആപ്പിൾ ഫിസ്. നമ്മള് തോറ്റു. ഞാൻ മാംഗോ ഫ്രൂട്ടി. ഇടക്ക് പറയും ആപ്പിൾ ഫിസ് എനിക്ക് ഇഷ്ടമാണ്. ഓർമ്മയില്ല. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ല. രണ്ടാമത്തെ ചോദ്യം. മൈ ഫേവറേറ്റ് കളർ. റെഡ് or blue or black. റെഡ് ഓർ ബ്ലൂ ബ്ലാക്ക് അല്ലേ? നേവി ബ്ലൂ. അപ്പം ഹാഷ്നാക്കി ഒരു സ്കോറിന് മുന്നിലാണ്. അപ്പോ ഒരു സ്കോർ ആയിട്ടുണ്ട്. കഴിഞ്ഞല്ലോ. കാണിക്കും. ഏതാ? ബ്ലാക്ക്. അപ്പോൾ 0 അവർക്ക് 2 പേർക്കും 1-2. ഫേവറേറ്റ് കളർ ബ്ലൂ റെഡ് ഓറഞ്ച്. എനിക്കറിയാം. ലേസ് ആണല്ലേ, കുർക്കുറൊന്നും അല്ലല്ലോ. ഞാനും പ്രതീക്ഷിക്കുന്നതായിരിക്കണം. എനിക്ക് ലേസിനെ പറ്റി ഒന്നും അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന കുറുക്കുറേ ഞാൻ പിടിച്ചേ. അത് ഞാൻ പിടിച്ചേനെ. പിന്നെ എല്ലാരും ഒരുമിച്ചാണ്. 1 2 3 സ്റ്റാർട്ട്. ഓറഞ്ച്. ഓറഞ്ചാണ് കുറുക്കറല്ല. ഇതിലെനിക്ക് ഓറഞ്ച് അല്ല. ഓറഞ്ചാണ് ഇതിന് പറഞ്ഞ. എന്നോട് എപ്പോഴും പറയാം, അതുകൊണ്ട് എനിക്കറിയാം. പിന്നെ കുഞ്ഞു അല്ല, എപ്പോഴും എന്നോട് പറയത്തില്ല. ഞാൻ കോളേജിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഓറഞ്ച്. അതെനിക്കറിയത്തില്ല. എനിക്ക് കുർക്കുറ ഓറഞ്ചാന്നറിയാം. പറയുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരു പോയിന്റ് പോലും ഇല്ല. എനിക്ക് 2. അടുത്തത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. മൈ ഫേവറേറ്റ് ആക്ടർ. ഓപ്ഷൻ എ മമ്മൂട്ടി. ഓപ്ഷൻ ബി ടൊവിനോ തോമസ്. ഓപ്ഷൻ സി ദുൽഖർ സൽമാൻ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല.
ഞാൻ തോറ്റു. ഇത് അമ്മൂക്ക് പിടിക്കും ചെറിയ എനിക്കൊരിതുണ്ട്. അത് കൊണ്ട് വെച്ചേ പൊന്നെ. ഊട്ടട്ടെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ടർ ടോവിനോ. ഞാൻ മമ്മൂട്ടി എഴുതിയ മമ്മൂട്ടി അല്ലടാ. ഞാനിവിടെ വെക്കട്ടെ, കുറ്റി വെക്കട്ടെ. ഫേവറേറ്റ് ഫുഡ്. ഓപ്ഷൻ എ പൊറോട്ട ബീഫ്. ഓപ്ഷൻ ബി ഓപ്ഷൻ എ എന്തുവാ? പൊറോട്ട ബീഫ്. ഓപ്ഷൻ ബി അരിപ്പത്തിരി ബീഫ്. ഓപ്ഷൻ സി അപ്പം ബീഫ്. ഓ ഓയ് അരിപ്പത്തിരി ബീഫ്. അപ്പം ഐശ്വര്യ എടുത്തു. ലാസ്റ്റ് ഇതിലെങ്കിലും എനിക്കൊരു പോയിന്റ് വേണം. ഇത് ഞാൻ എടുക്കും. ഓ നോക്ക് പൊന്നെ, എടുക്കാൻ നോക്കിയേ. മൈ ഫേവറേറ്റ് അരിപ്പത്തിരി ബീഫ്. അയ്യേ പൊറോട്ട ബീഫ്. അരിപ്പത്തിരി ബീഫ്. ഞാൻ അവിടുന്ന് തവളെ പോയപ്പോഴേക്ക് അരിപ്പത്തിരി അരിപ്പത്തിരി ബീഫ്. തെറ്റാ. അപ്പൊ ഇതിനകത്ത് ഞങ്ങള് ഇവർ രണ്ട് ടൈറ്റ്. ഒന്ന് ഇനി അടുത്തത് ഐഷു ആണ് ചോദിക്കുന്നേ. ഞാനിപ്പോ വരാം. അപ്പൊ അടുത്തത് ഐഷു ആണ് ചോദിക്കുന്നത്. ഐഷയുടെ പേര് ഐഷ. ക്വസ്റ്റ്യൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഓപ്ഷൻ മന്തി, ബിരിയാണി, പൊറോട്ട. തരാം. അതിനകത്ത് വെള്ളം നീ തീർന്ന തരാവേ. ഉമ്മച്ചി ഇതൊന്ന് കഴിയട്ടെ. പറ. നിക്ക്. ഓ പറയട്ടെ, പറ. ബിരിയാണി. ഇവിടെ ഞാൻ തോറ്റിരിക്കുന്നു. അതായിരുന്നു ഞാനിനി ഞങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടെ. അവള് മന്തി കഴിക്കാൻ തരിക. ഗൈസ് അപ്പം ഇപ്പോഴും ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്നു. അല്ല, ഒരു ക്വസ്റ്റിനെ അടുത്ത കഴിക്കട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം പഠിക്കുന്ന വിഷയം. കണക്ക്. പറയട്ടെ, മലയാളം, ഇംഗ്ലീഷ്. ടഫ് ക്വസ്റ്റ്യൻസ് ആയി പോയി. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ എഴുതി വെച്ചിരിക്കുക. പക്ഷേ ഈ വെള്ളം കൊണ്ടുപോയിട്ട് നമ്മൾ കളയുവാണ്. കുടിക്കാനല്ലേ, കളയുവാണ്. ചോദിക്കണേ ഇനി. എന്താ ഇതെല്ലാം കഴിഞ്ഞ? നമുക്ക് കാണിക്കുക. ആദ്യമേ ഞാൻ പറഞ്ഞു കണക്കെന്ന്. ഓപ്ഷൻ വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും മാത്സ് എഴുതി വെച്ചിരിക്കുന്നു. എല്ലാരും മാത്സ് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു കണക്കാണ്. അതിന് മുന്നേ എനിക്കറിയാം മാത്സ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ ഇഷ്ടമുള്ള പിന്നെ നല്ല ടഫാണ്. എന്തുവാ ഓപ്ഷൻസ്? കളിക്കാൻ, പഠിക്കാൻ, അത് ഒട്ടും ഇഷ്ടമല്ല. മാറിയിരിക്കാൻ. ഓയ് ഓക്കെ, കഴിക്കട്ടെ.
കളിക്കാൻ. ഓക്കെ. കളിക്കാൻ. അപ്പൊ നമുക്ക് 2 പോയിന്റ്. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും കൂടുതൽ എഴുത്തിന്റെ ഇഷ്ടമുള്ള കളർ എനിക്കറിയില്ല. ഓറഞ്ച്, റെഡ്, മഞ്ഞ. കാണിക്കട്ടെ. ഓറഞ്ച്. റെഡ്. ഓറഞ്ച്. ഞാൻ ഓറഞ്ച്. അവനെല്ലാം ശരിയാക്കി. ഞാൻ 3 നീ 3. നമ്മൾ 4 നമ്മൾ 4. അടുത്തത് എനിക്ക് ഇഷ്ടമുള്ള സിനിമാ നടൻ. ഓപ്ഷൻ ടൊവിനോ, ദുൽഖർ സൽമാൻ, മമ്മൂട്ടി. ഇങ്ങനെ പറയുന്നത് ഔട്ടാക്കും കേട്ടോ. പണിഷ്മെന്റ് പേന തെളിയുന്നില്ല. കഴിഞ്ഞു. പേന തെളിയുന്നില്ല. കാണിക്കട്ടെ. ദുൽഖർ സൽമാൻ. ടോവിനോ. നീ ജയിച്ചില്ല. പറഞ്ഞേ വിളിച്ചാ ഓർത്തില്ല. ഇന്നലെ ദുൽഖറിനാണോ? അല്ല, നീ ടൊവിനോ തോമസ് അല്ലോ. ഞാൻ DQ കേട്ടിരിക്കുന്നത്. DQ. കഴിഞ്ഞപ്പം ഐഷുവിൻ്റെത് മായിനാണ് 4 മാർക്ക്. അപ്പൊ ഞാൻ ഈ കളിയില് ഐഷയുടെ ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്കോടെ ഞാൻ ജയിച്ചിരിക്കുന്നു. ഫുള്ളല്ല, 4 മാർക്ക്. നമ്മൾ ഫുള്ളല്ലേ? അത് തെറ്റിട്ടേ. നമ്മള് ഫുള്ളല്ലേ? അതിന്റെ അടുത്ത ഞാനാണ്. അടുത്ത അസ്നബി. ആശ്രയത്തിന്റെ പേര് എഴുതാൻ പോവാണേ. കുട്ടിയുടെ പേര് എഴുതാൻ പോവാണേ. എന്റെ പേര് എഴുതിയാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. 3 ഓപ്ഷൻ പറയാം. ഏതാന്ന് പറയണം. വിളിക്കുന്നത്, കോൾ ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത്, നേരിട്ട് സംസാരിക്കുന്നത്. ഓക്കെ. സ്ഥലം ചേഞ്ച് ചെയ്യണോ? മെസ്സേജ് അയക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ മെസ്സേജ് ഉണ്ട്. എനിക്കില്ല. പിന്നെ ഇന്റർവേർട്ട് ആണല്ലോ. പക്ഷെ നല്ലൊരു കാര്യമല്ല, അത് മാറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പോയി നോക്കിട്ട് വരാം. ഇപ്പിയാണോ മാഗിയാണോ 1 2 3 ആണോ ഇഷ്ടം? 1 2 3. ലിപ്പി ഉണ്ട്. പുതിയല്ലേ? പണ്ടത്തെ ഉണ്ടായിരുന്നു 10 രൂപ. കറന്റ്ലി ഫേവറേറ്റ്. 1 2 3 ഇപ്പി മാഗി. 1 2 3 ഇപ്പി മാഗി. പറഞ്ഞില്ല തോന്നുന്നു. ആയിട്ട് കാണിക്കുന്നു. 1 2 3. ഞാൻ മാഗി. എന്നോട് പറഞ്ഞേ ഉള്ളൂ. കറന്റ്ലി ഫേവറേറ്റ് കറന്റ്ലി എന്ന് പറഞ്ഞ കേട്ടു. ഇപ്പൊ എന്റെ പോനോ ഗായ്സ് അത് പറ്റത്തില്ല. എനിക്ക് കഴിഞ്ഞ മാഗി ഇഷ്ടമായിരുന്നു. അതിന് മുന്നേ ഇപ്പായിരുന്നു. നമ്മളെ ഇറങ്ങല്ലേ മോളെ? ശരി, അതൊരു തീരും മോളെ. പറഞ്ഞു കൊടുത്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ബീച്ചിൽ പോകാനാണ് ഇഷ്ടം. അല്ല മൗണ്ടൻ കുന്നിന്റെ മുകളിലാണ് ഇഷ്ടം. കാട്ടിൽ പോകാനാണ് ഇഷ്ടം. മൗണ്ടൻ, ബീച്ച് ഓർ ഫോറസ്റ്റ്? ഞാൻ ഇതില്ലേ, എനിക്കൊന്നും അറിയത്തില്ല. ഇച്ചിരി അറിയാതല്ലേ. ഞാനുദ്ദേശിക്കുന്നതാണോ എനിക്കറിയില്ല. മൈക്ക് എന്ത് കയ്യിലാണ്? മൈക്ക് കൊടുത്താ
ഞാൻ പിടിക്കാം നടുക്കിക്കുന്ന രണ്ടുപേരും പറയുന്നത് ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ആര് കേൾക്കാന് പറയുന്നത് വയസ്സ് അപ്പം എഴുതിയിട്ടുണ്ട് എന്താണ് എഴുതി കഴിഞ്ഞില്ല ബീച്ച് ഞാൻ ജയിച്ചു ഞാൻ എന്താ വെട്ടിട്ടുണ്ടല്ലേ അതിന്റെ ഇടക്ക് അല്ലെന്ന് എന്നെ ആലോചന എഴുതിയത് മൗണ്ടൻ അതുകൊണ്ട് അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട കാറ് കാറ് സ്വിഫ്റ്റ് ഷിഫ്റ്റ് ഫോർച്യൂണർ ഡിഫൻഡർ ഡിഫൻഡർ സ്വിഫ്റ്റ് നോക്കുന്നു ഫോർച്യൂണർ എന്നൊക്കെ നോക്കുന്നു ഒരു 1 2 3 സെക്കൻഡ് സ്വിഫ്റ്റ് ഷിഫ്റ്റാണ് പിന്നെ 10ാം ക്ലാസ്സിലെ ടീച്ചറിന്റെ പേര് അത് പേര് പറയട്ടെ ആദ്യം ഓപ്ഷൻ തരട്ടെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല സ്മിത ദീപ സതി ഇതൊക്കെ ഏത് ടീച്ചറുടെ എന്തൊക്കെയാ സ്മിത ദീപ സതി സതി സ്മിത ദീപ എന്നുണ്ടോ ദീപ അല്ല എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ കണ്ടില്ലേ എന്തൊക്കെ ഉണ്ട് ദീപ സ്മൃതി സ്മിത സ്മിത സതി എന്തായി ദീപ എനിക്കറിയാം ടീച്ചറിനോട് പറഞ്ഞേ ഉള്ളായിരുന്നു എന്റെ ടീച്ചർ 5ാം ക്ലാസ്സിൽ 3 രണ്ടെണ്ണം ദീപ ഞാൻ ദീപ ടീച്ചർ ദീപയുടെ ആയപ്പോ ടീച്ചർ എത്തി പറഞ്ഞു 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും നിനക്ക് പേപ്പർ 8 9 10 ക്ലാസ്സിലെ ടീച്ചർ ദീപ ആയിരുന്നു അതിനൊക്കെയാണ് ചോദിക്കുന്നത് എന്റെ അമ്മ 7 ക്വസ്റ്റ്യനാണ് സത്യം പറഞ്ഞാൽ ഇത് ആരും ക്വസ്റ്റ്യൻ കാണിച്ചിട്ടൊന്നും ഇല്ല എല്ലാവരും അവരവരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രീ പ്ലാൻഡ് ഒന്നും അല്ല പ്രീ പ്ലാന്റ് അല്ല ആരും അങ്ങനെ നോക്കി ഞാൻ എന്റെ റൂമിൽ ഓരോ മൂലക്കിരുന്നാണ് ക്വസ്റ്റ്യൻ എഴുതിയത് ഞാൻ എന്റെ റൂമിന്റെ അങ്ങ് അറ്റം പോയിരുന്നു എഴുതിയത് എന്റെ റൂമിന്റെ പരിസരത്ത് ആരും ഇല്ലായിരുന്നു ഹാളിലായിരുന്നു ഞാൻ മുറിയിൽ നിന്ന് എഴുതി കഴിഞ്ഞിട്ടാണ് ഇരിക്കാൻ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്തി പുറത്ത് ഇറങ്ങി പിക്ക കയറി എഴുതി വെറൈറ്റി എന്നൊക്കെയാ പറയുന്നത് ഗൈസ് വെറൈറ്റി എന്നൊക്കെയാ പറയുന്നത് അപ്പൊ ഇനി ഇക്കാണ് ചോദിക്കുന്നത് ഇക്കയുടെ പേര് എഴുതിക്കോ എന്റെ ഫേവറേറ്റ് ഫോൺ ഐഫോൺ 16 പ്രോ ഐഫോൺ XS ഐഫോൺ 13 പ്രോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഓയ് ഓക്കെ എക്സസ് ഒക്കെ അയ്യോ കൺഫ്യൂഷൻ ആണല്ലോ ഓ കാണാൻ പറ്റാറ് നീ എന്താ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ഫേവറേറ്റ് ഷർട്ട് ചെക്ക് പ്ലെയിൻ പ്രിന്റ് എന്ന് വെച്ചാൽ പ്രിന്റ് ഇതൊക്കെയാണ് അല്ല പ്ലേ എരിയല്ലോ നിക്ക് ഒരു കൺഫർമേഷൻ വേണ്ടേ
പ്രിന്റ് ഐസ് പ്രിന്റ് ചെക്ക് പ്ലെയിൻ പ്ലെയിൻ ചെക്ക് ഞാൻ ആദ്യം പ്ലെയിൻ എഴുതി വെട്ടി. അതെ ചെക്കനോട് എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്തതാണ്. അടുത്തതെന്ന് വെച്ചാൽ എന്റെ ഫേവറേറ്റ് ഫുഡ്. ആദ്യത്തത് ഇഡ്ഡലി സാമ്പാർ, പൊറോട്ട ബീഫ്, മന്തി. ഇഷ്ടമാ. എന്താ അൽഫാം മന്തിയാണോ അങ്ങനത്തെ പറയാ? അൽഫാം മന്തി. ഓ അയച്ചാന്നൊക്കെ വിളിക്കുന്ന അവിടെ. പെട്ടെന്ന് ചോദിക്കണേ. വായു വായു വരുന്നേ. ഇപ്പൊ വരാവേ. വായു വരുന്നു. അവിടെ ഒരാള് വായു വായു എന്ന് പറയുന്നു. തുറന്ന ഇപ്പൊ ഒരാളെ കാണാം. വായു ഇതൊക്കെ മുടിയൊക്കെ വായു എന്നോട് പറഞ്ഞു. വായു യോയോ വായു വായു വേറെ ആയിരിക്കും. ഓ മന്തി മന്തി അൽഫാം മന്തി അല്ല പൊറോട്ട ഇഡ്ഡലി സവാള തരാൻ പൊന്നെ തരാം. ഇപ്പൊ കണ്ടു എന്റെ ഇഡ്ഡലി സാമ്പാർ പോലും അറിയിച്ചു. അതല്ല, മൂന്നും ഇക്കാക്ക് ഇഷ്ടവാ. രാവിലെ ഇഡലിയും സാമ്പാർ, രാത്രി പൊറോട്ട, ഇത് ഉച്ചക്ക് അൽഫാം മന്തി. ഇഷ്ടവാ മൂന്നും അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം, എന്റെ ഫേവറേറ്റ് കാറ് പോളോ, ഡിഫൻഡർ, ഫോർച്യൂണർ. ഇതും ഇനി തെറ്റായിരിക്കുവേ. രണ്ടെണ്ണം ഫേവറേറ്റ് ആന്ന് പറയും, ഒരെണ്ണം കൂടുതലായിട്ട് പറയും. അങ്ങനെ പറയില്ല, ഒറ്റ പറഞ്ഞ നീ കൈ മടക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങും. ഫോർച്യൂണർ ഫോർച്യൂണർ പെട്ടെന്ന് എഴുതിയതാ. ഫോർച്യൂണർ അത് തന്നെ. ഭാഗ്യം ഭാഗ്യം. ശരി ശരി. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്റെ ഫേവറേറ്റ് BGMI പ്ലെയർ, പബ്ജി കളിക്കുന്ന ആള്. ഇഷ്ടപ്പെട്ട യൂട്യൂബർ പ്ലെയർ, ഓപ്ഷൻ തരാം. സായി പോപ്പി, ബ്ലൈൻഡ് നിക്ക്, ബ്ലൈൻഡ് സൈക്കോ. ഇപ്പോഴത്തെയാണോ മുന്നത്തെയാണോ? ആദ്യത്തെ ഫേവറേറ്റ് ആണ്. ഇപ്പോഴും ബ്ലൈൻഡ് സൈക്കോ. ഇപ്പോഴും ഇല്ല, പണ്ട്. പണ്ട് ഇപ്പൊ അങ്ങനെ ആരും എനിക്ക് ഇതായിട്ട് തോന്നിട്ടില്ല. ബ്ലൈൻഡ് സൈക്കോ, ബ്ലൈൻഡ് പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയ എഴുതിയ ഇല്ലില്ല, പെട്ടെന്ന് ഇടാ. അവള് വരയില്ല. തോറ്റെന്ന് എഴുതി. സായി പോപ്പി, ബ്ലൈൻഡ് നിക്ക്, സായി പോപ്പി, ബ്ലൈൻഡ് നിക്കാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞോളൂ പണ്ടത്തെ ഇത് ഇഷ്ടമുള്ള. നിന്റെ പേര് ഇടണോന്ന് പറഞ്ഞപ്പോ നിക്കുന്നിട്. എന്റെ പണ്ടത്തെ പണ്ടത്തെ ഫേവറേറ്റ് ഒന്നല്ലേ. ഇപ്പൊ എന്തോ പണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ആരും ഇല്ലെന്നും പറഞ്ഞു. എത്ര മാർക്കുണ്ട്? അപ്പൊ എനിക്ക് 4. എനിക്ക് 2. ഞാൻ ജയിച്ചു ഇതില്.